അതുപോലെ തന്നെ പാരിപ്പള്ളിയിലെ മെഡിക്കൽ കോളേജ് ഇടുക്കിയിലെ 250 സീറ്റ്. ഈ 250 സീറ്റും മെഡിക്കൽ കൌൺസിൽ ഓഫ് ഇന്ത്യ അംഗീകരിച്ച് പ്രവേശനം നടത്താനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിട്ട് ആ സീറ്റ് നഷ്ടപ്പെടുത്തിയ ആളുകളാണ്. ഇത് സ്വാശ്രയ മാനേജ്മെന്റുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. 250 സീറ്റുകളിൽ വെറും സർക്കാർ ഫീസിൽ 25,000 രൂപ ഫീസിൽ പാവപ്പെട്ടവരുടെ മക്കൾക്ക് മെറിറ്റ് അടിസ്ഥാനത്തിൽ പ്രവേശനം കിട്ടുമായിരുന്നത് ഇല്ലാതാക്കി. മറ്റ് പല സ്വാശ്രയ മെഡിക്കൽ കോളേജുകളും ഈ അടുത്ത് മെഡിക്കൽ കൌൺസിലിൽ പോയി അവരുടെ കോഴ്സുകൾക്കും അവരുടെ ഇതിന് അംഗീകാരം വാങ്ങി വന്നു. എന്നിട്ട് പോലും ഒരു അഫിഡവിറ്റ് കൊടുത്തിരുന്നെങ്കിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ 250 സീറ്റുമായിട്ട് നമുക്ക് ഈ വർഷം പ്രവർത്തനം ആരംഭിക്കാമായിരുന്നു. അതിനവർ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥതയില്ല എന്നുള്ള കാര്യം അടിവരയിട്ട് ഉറപ്പിക്കുകയാണ്. അതിന് തുടർച്ചയായിട്ടാണ് പരിയാരത്തെ നമുക്ക് കാണുന്നത്. ഈ സ്വാശ്രയ കരാറ് കൊണ്ട്, പുതിയ കരാറ് കൊണ്ട് ഏറ്റവും കൂടുതൽ സാമ്പത്തിക നേട്ടമുണ്ടാവുന്നത് പരിയാരം മെഡിക്കൽ കോളേജുകൾക്കാണ്. കഴിഞ്ഞ വർഷം ഒപ്പിട്ട മറ്റ് സ്വാശ്രയ കോളേജുകൾക്ക് കുറച്ച് സീറ്റുകളിൽ കൂടി, കുറച്ച് സീറ്റുകളിൽ കുറഞ്ഞ് പലതരത്തിൽ വ്യത്യാസമുണ്ട്. പക്ഷേ പരിയാരം മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക ലാഭമാണ് CPM നിയന്ത്രണത്തിലുള്ള പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പിണറായി വിജയന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ആ ഭരണസമിതിക്ക് ഉണ്ടായിരിക്കുന്നത്. അതിൽ ഒരു തരിമ്പ് പോലും കുറയ്ക്കാൻ തയ്യാറില്ല എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നത് കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഇതിൽ അസ്വസ്ഥത പോളുന്നത് ഈ നാട്ടിലെ ജനങ്ങളാണ്. അസ്വസ്ഥതയില്ലാത്തത് മാനേജ്മെന്റുകൾ മാത്രമാണ്. ഈ അസ്വസ്ഥതയ്ക്കെതിരായിട്ടുള്ള സമരം മുന്നോട്ട് പോകും. ഗവൺമെന്റ് നിലപാട് തിരുത്തേണ്ടതായിട്ട്. ശരി. ശ്രീ വി മുരളീധരൻ, ഗവൺമെന്റിന്റെ ഇടതുപക്ഷ മുന്നണി ഈ ക്യാപിറ്റേഷൻ ഫീക്കും സ്വാശ്രയ സ്ഥാപനങ്ങൾക്കും ഒക്കെ എതിരാണ് എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തുകയും അതേസമയത്ത് സാഹചര്യം വരുമ്പോൾ അവരെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് ഇതിൽ തുടർച്ചയായിട്ട് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളോടൊന്നും എനിക്ക് യോജിപ്പില്ല. കാരണം അങ്ങനെ ഉദ്ദേശശുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഹൈക്കോടതിയിൽ സുപ്രീം കോടതിയുടെ വിധി കാണിച്ചാൽ മതിയായിരുന്നു. വേറെ ഒന്നും വേണ്ട. ഉദ്ദേശശുദ്ധി ഉണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് ഗ്രഹപാഠം ചെയ്ത് നടപ്പാക്കാൻ ഈ ഗവൺമെന്റ് സാധിച്ചില്ല എന്നുള്ള സത്യം. പക്ഷേ ഇവിടെ അദ്ദേഹം പറഞ്ഞത് ഈ 3 കോളേജുകളുടെ കാര്യം വ്യത്യസ്തമാണ്. ഇടുക്കി, പാരിപ്പള്ളി, തിരുവനന്തപുരത്തെ രണ്ടാമത്തെ മെഡിക്കൽ കോളേജ്. അത് LDF ഗവൺമെന്റ് വേറൊരു രാഷ്ട്രീയമായ ഒരു ഇതായിരുന്നു. UDF കൊണ്ടുവന്ന പുതിയ 3 കോളേജിൽ അഡ്മിഷൻ ഒന്നും വേണ്ട, അത് ഞങ്ങൾ ഇനി നടത്തിക്കോളാം എന്നുള്ള വേറൊരു രാഷ്ട്രീയമായിരുന്നു. പക്ഷെ ഞാൻ പറയുന്നു, ഇവിടെ തലവരി ഇത്തവണയും വാങ്ങും. ഞാൻ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മെഡിക്കൽ കോളേജിന്റെ തലവനുമായിട്ട് കഴിഞ്ഞ് സംസാരിച്ചു. ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. ഞങ്ങൾ കോടതി പോയത് പോലും ഞങ്ങളുടെ റൈറ്റ് ഞങ്ങളൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി മാത്രം പോയി. ഞങ്ങൾ വി ആർ വെരി ഹാപ്പി. ശരി. അവസാനമായി